വടക്കൻ ജാർഖണ്ഡ്, തെക്കുപടിഞ്ഞാറൻ ബീഹാർ, തെക്കുകിഴക്കൻ ഉത്തർപ്രദേശിന് മുകളിലായി തീവ്ര ന്യൂനമർദ്ദം തുടരുകയാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ന്യൂനമർദ്ദം അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ജാർഖണ്ഡ്, തെക്കുകിഴക്കൻ ഉത്തർപ്രദേശ്, വടക്കൻ ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലൂടെ പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ നീങ്ങും. തുടർന്ന് ശക്തി കൂടിയ ന്യൂനമർദ്ദ മേഖലയായി ദുർബലപ്പെടാനാണ് സാധ്യത. വടക്കൻ ജാർഖണ്ഡ്, തെക്കു പടിഞ്ഞാറൻ ബീഹാർ, തെക്കു കിഴക്കൻ ഉത്തർപ്രദേശിന് മുകളിലായി തീവ്ര ന്യൂനമർദ്ദം തുടരുകയാണെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ന്യൂനമർദ്ദം വരും മണിക്കൂറുകളിൽ ജാർഖണ്ഡ്, തെക്കുകിഴക്കൻ ഉത്തർപ്രദേശ്, വടക്കൻ ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലൂടെ പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങും. തുടർന്ന് ശക്തി കൂടിയ ന്യൂനമർദ്ദ മേഖലയായി ദുർബലപ്പെടാനാണ് സാധ്യത. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് 23 വരെ മഴ തുടരാമെന്നാണ് മുന്നറിയിപ്പ്. മിതമായതോ നേരിയതോ ആയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കേരളം, ലക്ഷദ്വീപ്, പുതുച്ചേരി, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും നാളെയും കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കനത്ത മഴയിൽ ഉത്തർപ്രദേശിലടക്കം പ്രളയ സാഹചര്യമാണ്. 173 ഗ്രാമങ്ങളെ പ്രളയം ബാധിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. നിലവിൽ സാഹചര്യങ്ങളിൽ നിയന്ത്രണ വിധേയമാണെന്നും ആളുകളെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന നടപടികൾ കാര്യക്ഷമമായി നടക്കുന്നുണ്ടെന്നും ജില്ലാ ഭരണ സംവിധാനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതേസമയം കിഴക്കൻ യുപിയിൽ ഓഗസ്റ്റ് 23 വരെ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എന്നാൽ പടിഞ്ഞാറൻ യുപിയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടയ്ക്ക് നേരിയ മഴയ്ക്ക് മാത്രമാണ് സാധ്യതയെന്ന പ്രവചനവുമുണ്ട്. ഓഗസ്റ്റ് 20-നും 21-നും ഇടയിൽ ശക്തമായ മഴയിൽ മധ്യ കിഴക്കൻ യുപി നഗരങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ജാർഖണ്ഡിലും പശ്ചിമ ബംഗാളിലെ ഗംഗാ സമതലത്തിലും രൂപപ്പെട്ട ന്യൂനമർദ്ദം ബീഹാറിലേക്ക് നീങ്ങിയതാണ് ശക്തമായ മഴയ്ക്ക് കാരണം. മീററ്റ്, ആഗ്ര, അലിഗഡ്, സഹാറൻപൂർ, ബറേലി, മൊറാദാബാദ്, നോയിഡ, ഗസിയാബാദ് എന്നിവിടങ്ങളിൽ തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.